നീ പറ്റിച്ചല്ലോടാ ഗഫൂറെ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ആദ്യം തുടങ്ങേണ്ടി വരും. സിലു ടോക്സിലെ സിലുവിന്റെ കേസാണ്. സത്യം പറഞ്ഞാൽ സിലുവിനെ ഞാൻ ഒരുപാട് വിമർശിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. റിഗ്രറ്റ് ചെയ്യുന്നതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു വീഡിയോ കണ്ട് ഈ ഗഫൂർ എന്ന് പറയുന്ന സിലുവിന്റെ ഹസ്ബൻഡായിട്ടുള്ള വ്യക്തിയുടെ തനി ഗുണം നാട്ടുകാരുടെ മുന്നിൽ വെറും പാവം പോലെ, വെറും പഞ്ചപാവം പോലെ അഭിനയിച്ചുകൊണ്ട് അവൻ ഉണ്ടാക്കിയെടുത്ത ഒരു ഫേക്ക് ഇമേജ് എന്താണ് അവനെന്ന് കറക്റ്റായിട്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. നമ്മൾ ഈ കാണുന്ന CCTV ഫുട്ടേജിൽ ഈ നാറി കസേര ചവിട്ടി എടുത്ത് എറിയുന്നതാണ്. ഇവൻ ആരാ എന്നാണ് ഇവന്റെ വിചാരം. ഇതുപോലെ ഒരുപാട് ഫുട്ടേജുകൾ ഇനിയും ഉണ്ടെന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞ സിലു, നീ ചെയ്തത് തെറ്റാണ്. അത് ഏത് രീതിയിലാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നീ ഫസ്റ്റ് നിന്റെ ഹസ്ബൻഡിനെ കുറിച്ചിട്ട് അങ്ങും ഇങ്ങും തൊടാണ്ട് നീ ഓരോ വീഡിയോയിലും വന്നിരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് തെറ്റ്. ഒന്നുകിൽ എന്തെങ്കിലും എവിഡൻസോടെ സംസാരിക്കണമായിരുന്നു, അല്ലെങ്കിൽ നിനക്കുണ്ടായിട്ടുള്ള സംഭവം നീ കറക്റ്റായിട്ട് പറയണമായിരുന്നു. ഇനി മറിച്ച് അങ്ങനെ നിനക്ക് പറയാനും പറ്റത്തില്ല, എവിഡൻസ് പുറത്തു വിടാനും പറ്റത്തില്ലെങ്കിൽ നീ ഇതിനെപ്പറ്റി മിണ്ടാൻ പാടില്ലായിരുന്നു. അവിടെ നിന്റെ ഭാഗത്ത് തെറ്റുണ്ട്. പിന്നെ നിന്റെ ഭാഗത്തുള്ള ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരെയും നല്ലപോലെ കുത്തി ചൊറിഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനെ തുടർന്നിട്ട് നീ നാട്ടുകാരുടെ വായിലിരിക്കുന്നതും കേട്ട് നമ്മുടെ വായിലിരിക്കുന്നതും കേട്ട് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ വിഷമം തോന്നുന്നു. സീരിയസ്ലി എനിക്ക് തെറ്റുപറ്റി. ഓപ്പണായിട്ട് പറയാം, പല വീഡിയോസിലും അങ്ങനെ എനിക്ക് പറ്റാറില്ല. എന്നാൽ ഈ ഒരു കേസിൽ എനിക്ക് പറ്റിയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഗഫൂറിന് എന്ത് ന്യായീകരണമാണ് ന്യായീകരിക്കാനുള്ളതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ സിലു എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെന്ന് ഈ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ പെണ്ണ് ആ കൂടെ എത്തുപോലെ ഉണ്ട്. ഞാൻ അപ്പോഴും ആലോചിച്ച് ഒത്തുപോരേ ഉള്ളൂ. എന്നിട്ട് ഈ പെണ്ണ് എന്ത് തിളപ്പാണ് തിളയ്ക്കുന്നതെന്ന് ഞാൻ ഒരു പോയിന്റിലിരുന്ന് ആലോചിച്ചു. പിന്നെ ഇവക്ക് പൈസ വന്ന് കയറിയപ്പോൾ ചിലപ്പോൾ ഇവളുകളുടെ ഭർത്താവിന് വേണ്ടെന്ന് വെച്ച് കാണും എന്നൊക്കെ ഓഫ് കോഴ്സ് ചിന്തിച്ചു. സാധാരണ ജനങ്ങൾ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചു. ഇതെന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചിന്തിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിലു തന്നെ ഒരു കാര്യങ്ങൾ എവിഡൻസ് ഇല്ലാണ്ട് അല്ലെങ്കിൽ ഡയറക്റ്റ്ലി പറയേണ്ട കുത്താണ്ടൊക്കെ നിന്ന് അങ്ങും ഇങ്ങും തൊടാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒന്നിനും ഒരു ക്ലിയർ കട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കാതിരുന്നത് കൊണ്ട് തന്നെ സിലുവിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് നമുക്ക് തോന്നിപ്പോയി. അതുപോലെ തന്നെ ഗഫൂർ പുതിയ ചാനൽ തുടങ്ങി വന്നിരുന്നു. ഞാൻ അവന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അവനെ മട്ടല് വെട്ടി അടിക്കണം. അവന്റെ ചാനൽ ഒറ്റ മനുഷ്യൻ കയറി പോലും, മനസ്സിലായോ? ഒറ്റ മനുഷ്യൻ അവന്റെ ചാനൽ കയറി പോലും പോയി എല്ലാവരും അൺസബ്സ്ക്രൈബ് ചെയ്ത് കളയുക. ഇനി അതിന്റെ ഇടയിൽ കൂടി ആ പാവം പെണ്ണിനെ വെച്ചിട്ട് അവൻ അടുത്ത ഇടയിൽ കൂടി ഗ്യാപ്പ് അടിച്ചിട്ട് അവന്റെ കച്ചവടം നടത്തി വീടും വിറ്റ് നാടും വിറ്റ് ഊരും വിട്ട് പോയി പുറത്തു പോയിട്ട് വീണ്ടും അവന് കൊണയടിക്കാനുള്ള പരിപാടി ഉണ്ടാക്കി കൊടുക്കണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമം വന്ന് ഇവനെ ഈ കസേര ചവിട്ടി എറിയുന്ന ഒരു വീഡിയോ ഉണ്ട്. ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഈ വീഡിയോയിൽ സൈഡിൽ കുട്ടികൾ നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു കുട്ടി എങ്ങാണ്ടില്ല, ബാക്കി എല്ലാവരും ഉണ്ടെന്ന് തോന്നുന്നു ചുറ്റും. ഇവൻ ഈ ചവിട്ടി എറിയുന്ന സമയത്ത് ഈ കസേര പോയി ഏതെങ്കിലും കുട്ടികളെ തട്ടിയിരുന്നെങ്കിൽ ആ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അപ്പൊ ഇവൻ എത്രത്തോളം പരമ ചെറ്റയാണ്. ഇവന്റെ ആ ഒരു ഇരിപ്പ് ഭാഗം നടപ്പ് ഭാഗമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവൻ കെങ്കേമനാണ്, നല്ലവനാണ്. ഇവനെ പോലെ ഒരു നല്ല ഭർത്താവില്ല എന്ന് നമുക്ക് തോന്നിപ്പോയി. എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ഞാൻ ഓപ്പണായിട്ട് തുറന്നു പറയുന്നത്, എനിക്ക് തെറ്റ് പറ്റി. ഇവന്റെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് തെറ്റ് പറ്റി. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ സിലുവിന്റെ വീഡിയോസ് സത്യം പറയാമല്ലോ, സിലു വീഡിയോസ് ഇടുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്കത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സിലു അങ്ങനെയാണ് വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത്. ഭർത്താവിനെ കുറിച്ച് കുറ്റം പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതുപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന നമുക്കിട്ട് തോണ്ടി നമ്മൾ ചുമ്മാ വഴിയിൽ മലിഞ്ഞു നടന്നത് പോലത്തെ ഒരു സംസാരം സംസാരിച്ച് ഇതൊക്കെ കാണുന്ന സമയത്ത് ഉറപ്പായിട്ടും സിലു പറയുന്നതിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട്. സിലു ആണ് ആ ഭർത്താവിനെ തേച്ചതായിട്ട് തോന്നും. ആ പാവം, അയ്യോ പഞ്ചപാവം തക്കുടു പാവം വന്നിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ കെങ്കേമനാണ്, നല്ലവനാണെന്ന് തോന്നിപ്പോകും. ആ ഒരു മിസ്റ്റേക്ക് പറ്റി ഞാൻ സമ്മതിക്കുന്നു. നല്ലോണം ആ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. എന്തോ എനിക്കതിൽ ഒരു ഭയങ്കര റിഗ്രറ്റ് ഫീൽ തോന്നുന്നു. ആ പെണ്ണ് എന്തുമാത്രം ഇവന്റെ അടുത്ത് നിന്നൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ഇവന്റെ ഒരു CCTV ഫുട്ടേജാണ് കാണുന്നത് നമ്മൾ. ഇതുപോലെ ഒരുപാട് പേക്കൂത്തുകൾ ഇവൻ ആ പെണ്ണിന്റെ അടുത്ത് കാട്ടി കൂട്ടിയിട്ടുണ്ട്. ഷെഫീന ബീബിയുടെ ചാനലാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ അപ്പുറം തന്തയില്ലായ്മകൾ അവൻ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് ആ പെണ്ണിന്റെ അടുത്തുനിന്ന് ഉള്ള സത്യമാണ് ഇപ്പൊ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒരു വെടിക്കെട്ട് വെറും സാമ്പിൾ മാത്രം. ഇത് വൺ ടൈം ഇട്ട് അയച്ചു കൊടുത്തതിന് വേറെ ഫോൺ വെച്ച് റെക്കോർഡ് ചെയ്ത് എടുത്ത് അവർ പുറത്ത് വിട്ടതാണ്. ഒരിക്കലും പുറത്ത് വിടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അറിയാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുത്തതാണ്. അതിനെടുത്ത് അവർ പുറത്ത് വിട്ടു. ഓക്കെ, അവർ കണ്ടന്റ് ചെയ്തു. ഓക്കെ, അത് ഫെയർ ആണ്. പിന്നെ അതുപോലെ തന്നെ അവർ ആലോചിച്ചപ്പോൾ ഈ പറഞ്ഞതുപോലെ നാട്ടുകാരെല്ലാം കൂടി സിലുവിനെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ പുറത്ത് വരണം എന്ന് ചിന്തിച്ചിട്ടായിരിക്കണം മേ ബി. വാട്ടവർ. എന്തായാലും ഈ വീഡിയോ കണ്ട സമയത്ത് സത്യം പറയില്ല, എനിക്ക് നല്ല വിഷമം തോന്നി. ആ പെണ്ണിനെ ഞാനും പറഞ്ഞല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോയി. സീരിയസ്ലി എനിക്ക് എന്തോ ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തെറ്റ് പറ്റിപ്പോയി. എനിക്ക് സത്യമായ വിഷമമുണ്ട്. ഇങ്ങനെ പറയാൻ പാടില്ല, കാരണം ഞാൻ കുറച്ച് ഓവറായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വേറെ ഒന്നുമല്ല പറഞ്ഞത്, ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ ഇവരെ എടുത്തു വെച്ച് ഒരുമാതിരി പറഞ്ഞപ്പോൾ അതിന്റെ ഒരു പിരിവെട്ടല് ഞാൻ കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അങ്ങനെയാണെങ്കിൽ ഇവർ കാണിക്കുന്നതിനും ഇവർ പറയുന്നതിനും ഇവർ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ചെയ്യുന്നത് പോലെ തോന്നിപ്പോയി. ഞാൻ ഒരു കാര്യം പറയാം, ഒന്നുകിൽ നിങ്ങൾ ഇനി ഹസ്ബൻഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ മൊത്തം എക്സ്പോസ് ചെയ്യണം, ആട്ടാ പടലം തേച്ചൊട്ടിക്കണം, അല്ലെങ്കിൽ ഇനി മിണ്ടരുത്. എന്തായാലും അവൻ എന്താണെന്ന് ഈ ഒരൊറ്റ 5-10 സെക്കൻഡിന്റെ ക്ലിപ്പ് കൊണ്ട് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. മതി, അവൻ എന്താണെന്ന് ഇവിടെ എക്സ്പോസ് ആയിട്ടുണ്ട്. ഇനി ഇവൻ എത്രയൊക്കെ കിടന്ന് മലത്തി അടിച്ചാലും ഉരുണ്ട് കളിച്ചാലും ഇവനെ പോലെയുള്ള ഒരു നാറയുടെ തനിക്കോണം ജനങ്ങൾ ഇവിടെ കൂടി തന്നെ അറിഞ്ഞിരിക്കുകയാണ്. ഇവൻ എന്ത് നല്ല ഉള്ള ചവഞ്ഞാണ് വന്നിരിക്കുന്നത്. അയ്യോടെ തക്കുടോ, എൻ്റെ കസേര കണ്ട, എനിക്കിത് 40 പീസേ ഉള്ളൂ, പെട്ടെന്ന് നിങ്ങൾ വാങ്ങിച്ചോ, ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറുപ്പ പച്ച ഞാൻ തരാം, ഇത് കഴിഞ്ഞാൽ എനിക്കിനി പറ്റത്തില്ല, എനിക്ക് ഇതെല്ലാം വിറ്റ് നാട്ടിൽ പോകണം, നാട്ടിലല്ല ഗൾഫിൽ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ നാളെ നിനക്ക് ഉളുപ്പുണ്ടാവും. ആ പെണ്ണ് നിന്റെ അടുത്തൊക്കെ എന്ത് അനുഭവിച്ചെന്ന് ഈ ഒരൊറ്റ ക്ലിപ്പിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്ന നിന്റെ കുന്തളിപ്പ്. അപ്പൊ ആ പെണ്ണിന്റെ അടുത്തല്ല കാണിക്കേണ്ട, നീ ആ പെണ്ണിന് ദേഹോപദ്രവം ചെയ്തിട്ടുണ്ടോ എന്നും കൂടിയാണ് അടുത്ത് അറിയേണ്ടത്. അങ്ങനെയും കൂടി ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നാര മോനെ, നീ ഇത്ര ഇമ്ര ഉക്കുറ് വരയ്ക്കും. പെട്ടെന്ന് ഗൾഫിൽ വിട്ടാൽ നീ സേഫ് ആവും, അല്ലെങ്കിൽ ഇവിടെ തന്നെ നീ കേസായി അറസ്റ്റായി ജയിലിലായി. പിന്നെ ജയിലിൽ പോയപ്പോൾ അവിടെ ശമ്പളവും കൂടുതലാണ്, 60 ഇല്ല, ഇപ്പൊ 500 സംതിങ് ആയി ഡെയിലി. അങ്ങനെ വരുമ്പോൾ നിനക്ക് നല്ല ശമ്പളവും കിട്ടും കേട്ടോ. അത് വേറൊരു കാര്യം, അത് ഞാൻ ഒന്നും പറയാനില്ല. തടവുകാർക്ക് ഇപ്പൊ ശമ്പളവും കൂട്ടിയിരിക്കുകയാണ് നമ്മുടെ സർക്കാർ. അത് വേറൊരു പാത, എനിക്കൊന്നും പറയാനില്ലടാ. ഇവിടെ PSC പരീക്ഷ ചെയ്ത് കഷ്ടപ്പെട്ട് കുറെ എണ്ണം കിടന്ന് മറ്റേ സമരവും ചെയ്ത് അടിയും കൊണ്ട് ഓടുന്നുണ്ട്. ഇനി എന്തിന് PSC കഷ്ടപ്പെടണം? ഗവൺമെന്റ് ശമ്പളം, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, വാവ് അമേസിങ്. ഇനി ജയിലിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത് പെട്ടെന്ന് തന്നെ പയ്യന്മാർക്ക് കല്യാണം നടക്കും. ഉള്ള കാര്യം പറയാം, നിങ്ങൾ എവിടെന്നാ? ജയിലിൽ ആയിരുന്നു. അപ്പൊ ഓക്കെ, കല്യാണം ഫിക്സ്. ആ സെറ്റപ്പിലോട്ട് കാലം മാറാൻ പോവുകയാണ്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ, കുറ്റം ചെയ്യൂ, ജയിലിൽ പോകൂ, കല്യാണം നടത്തു പോകൂ. ഇവിടെ പയ്യന്മാർക്ക് ഗവൺമെന്റ് ജോലി ഇല്ലെങ്കിൽ കല്യാണം നടക്കില്ല എന്നുള്ളൊരു പൊതു സംസാരം ഉണ്ടല്ലോ, അതൊക്കെ ഇനിയിപ്പോൾ അങ്ങ് മാറും. ഇനി ജയിലിൽ പോയിട്ട് വന്നാൽ നിനക്ക് പെണ്ണ് കെട്ടിച്ചു തരാം, എൻ്റെ മോളെ കെട്ടണമെങ്കിൽ നീ ജയിലിൽ പോകണം. ഈ സെറ്റപ്പിലോട്ട് മാറും. നിങ്ങൾ നല്ല ആലോചിച്ച് നോക്ക്, ഞാൻ ചുമ്മാ പറയുന്നല്ല, ആ ഒരു രീതിയിലോട്ടാണ് നമ്മുടെ കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂ ജെന്നാണ്, ഇപ്പം വേറെ ലെവലിലോട്ടാണ് പോകുന്നത്. അങ്ങനെ ജയിലിൽ തോന്നിവാസങ്ങളാണ് നടക്കുന്നത്. അത് തോന്നിവാസികളെയൊക്കെ പിടിച്ചിട്ട് ശമ്പളമൊക്കെ കൂട്ടിക്കൊടുത്ത് സെറ്റപ്പാക്കിയമാരെയൊക്കെ എങ്ങോട്ട് എടുക്കുകയാണ്. PSC ഒന്നും എഴുതണ്ട, PSCക്ക് എഴുതി എന്തിനു കഷ്ടപ്പെടുന്നത്? അതുപോലെ പ്രൈവറ്റ് ജോലികൾക്ക് പോയിട്ട് വല്ലവൻ്റെ വായിരിക്കുന്ന കേട്ടം കൊണ്ട് 10,000-10,000 രൂപ എന്തിനു നമ്മൾ ശമ്പളം വാങ്ങി കഷ്ടപ്പെടുന്നത്? ജയിലിൽ പോകൂ, അവിടെ എന്നാ ശമ്പളമാണ്, കുറഞ്ഞത് തന്നെ 15,000 രൂപ ശമ്പളം മാസം. ആ സെറ്റപ്പിലോട്ട് വളർന്ന് പന്തലിക്കാൻ പോവുകയാണ് നമ്മുടെ നാട്. അതുകൊണ്ട് ഇനിയിപ്പം യുവാക്കളെല്ലാം കൂടി പെണ്ണ് കെട്ടാൻ വേണ്ടിയിട്ട് ജയിലിലോട്ട് പോകാനുള്ള സെറ്റപ്പിലാണ്. എന്തെങ്കിലുമൊക്കെ അയൽവാസികളെയൊക്കെ പിടിച്ച് അടിച്ചു കൊന്ന്, നാട്ടുകാരെയൊക്കെ പിടിച്ച് അടിച്ചു കൊന്ന്, അല്ലെങ്കിൽ ആരെങ്കിലും കൂട്ടുകാരെങ്കിലും സ്വന്തം തന്തെങ്കിലും അടിച്ചു കൊന്നിട്ട് ജയിലിൽ പോകും. അങ്ങനെ ജയിലിൽ പോയി സെറ്റാവുന്ന ഒരു പുതിയ തലമുറ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഈ ഗഫൂറിനെ പോലുള്ളവന്മാർ സത്യം പറഞ്ഞ് ജയിലിൽ പിടിച്ചിരുന്ന, പിന്നെ അവിടെ പോയുള്ള കുഴപ്പം ഇതാണ്, അടിപൊളിയായിട്ട് ജീവിക്കാം ജയിലിൽ പോയി. അങ്ങനത്തെ സെറ്റപ്പായി ജയിലിൽ ഒന്നും പറയാനില്ല. നമുക്ക് ബാക്ക് ടു ടോപ്പിക്കിലോട്ട് വരാം. അപ്പൊ സിലു, നീ ഒന്നുകിൽ എല്ലാ കാര്യങ്ങളും തുറന്ന് ജനങ്ങളോട് പറയുക, നീ അനുഭവിച്ച ക്രൂരതകൾ. കാരണം ഇവനെ പോലുള്ള ഒരു മുഖംമൂടി അണിഞ്ഞ ഒരുത്തനെ ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കേണ്ട കാര്യമില്ല. പിന്നെ സിലു വേറൊരു പോയിന്റിൽ നിന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും, തന്റെ 5 മക്കള്, ആ മക്കളുടെ വാപ്പ, ആ ഒരു കൺസേൺ അവന് കൊടുക്കുന്നുണ്ടായിരിക്കും സിലു. കാരണം മക്കളുടെ വാപ്പ ഒരു ചെറ്റയാണെന്ന് നാട്ടുകാരെ അറിയരുത്, അല്ലെങ്കിൽ ജനങ്ങൾ അറിയരുത് എന്നുള്ളൊരു ഇതായിരിക്കും സിലു ചിന്തിച്ച് വച്ചിട്ടുള്ള. പിന്നെ എവിടെ എങ്ങാണ്ട് ഒരു ഇന്റർവ്യൂവിൽ സിലു പറയുന്നുണ്ടായിരുന്നു, പുറത്തു പോയി ഫുഡ് കഴിക്കാൻ പോലും സമ്മതിക്കത്തില്ല, നാട്ടുകാർ അല്ലെങ്കിൽ ആൾക്കാർ എൻ്റെ ഭാര്യയെ നോക്കുന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ പാർസൽ വരെ വാങ്ങിച്ചുകൊണ്ട് വരുമെന്ന് സിലു പറയുന്നുണ്ടായിരുന്നു. വളരെ തമാശ രൂപേണയാണ് സിലു പറഞ്ഞത്. ഇപ്പോഴാണ് എനിക്ക് അതിന്റെ കഴമ്പ് പിടികിട്ടിയത്. ഒന്നാം തരം ടോക്സിക് ആണ്, വെറും ഊളയാണ്, വെറും നാറിയാണെന്ന് മനസ്സിലായി. സ്വന്തം ഭാര്യയെ ആരും കാണുന്നത് പോലും, അല്ലെങ്കിൽ വെറും ടോക്സിക് ആണ്. ആ ഒരു മ്ലാച്ഛമായിട്ടുള്ളൊരു ടൈപ്പ് ക്യാരക്ടറുള്ള ഒരുത്തനാണ് ഇവനെന്ന് ഇതിനോടെ തന്നെ നമുക്ക് മനസ്സിലായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എനിക്ക് ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പെണ്ണ് എന്തുവാ, അവളും അല്ലെങ്കിൽ നേരെ കാര്യങ്ങൾ പറയണ്ട, ഒരുമാതിരി അങ്ങും തൊടാതെ വന്നിട്ട് ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അതിൻ്റെ ഇടയിൽ കൂടി ഭർത്താവിനെ കയറ്റി വിടും. നിങ്ങൾ ഭർത്താവിൻ്റെ മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ അങ്ങും തൊടാത്തൊരു സംസാരിച്ചുകൊണ്ടാണ് ഇത് ഇത്രയും വഷളായത്. പിന്നെ അഹങ്കാരത്തിന്റെ മുൾമുനയിൽ നിന്ന് സംസാരിക്കുന്ന ഒരു സംസാരമായിട്ട് തന്നെയാണ് സിലുവിന്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. ഇനി ഇതിനെ വെട്ടി വീഴ്ത്തുന്ന രീതിയിൽ എന്തെങ്കിലും ഗഫൂറിന് പറയാനുണ്ടെങ്കിൽ ഗഫൂറിന് പറയാം. ഞാൻ ഇന്ന കാരണത്തിനാണ് കസേര ചവിട്ടി എറിഞ്ഞത്, അല്ലെങ്കിൽ ഇന്ന കാരണത്തിനാണ് ഞാൻ വീട്ടിൽ വഴക്കുണ്ടാക്കിയത്, ആ കാരണം നീ ആ കാരണം അങ്ങോട്ട് പറ. അത് അത്രയും ജെനുവിനായിട്ടുള്ള ഒരു റീസൺ ആണെങ്കിൽ സമ്മതിച്ച്, അല്ലാത്ത പക്ഷം ഈ സിലുവിൻ്റെ ഒപ്പം തന്നെ നിൽക്കേണ്ടി വരും. കേട്ടാ ഗഫൂറണ്ണ എന്തായാലും കസേരയും ചവിട്ടി എറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. 5 മക്കൾ നിൽക്കുന്നു, ആ 4 മക്കളെങ്ങാണ്ട് അടുത്തുണ്ട്. ആ സമയത്ത് സ്വന്തം അപ്പനും അമ്മയുടെയും വഴക്കും അടിയും സ്വന്തം മക്കൾ കണ്ടു വളരാൻ പാടില്ല എന്ന് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
അങ്ങനെ മക്കൾ കാണാൻ പാടില്ല. അപ്പനും അമ്മയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ കൂടി, കാരണം അത് കുട്ടികളുടെ മനസ്സിൽ ട്രോമയായിട്ട് കയറും. അതുപോലും ചിന്തിക്കാൻ ബോധമില്ലാത്ത ഒരു ഊള മാത്രമായിരുന്നു ഗഫൂർ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ഞാൻ ആദ്യം ഓഫ് കോഴ്സ് വിചാരിച്ചിരുന്നു സിലുവിന്റെ കയ്യിൽ കുറേ പൈസ ഉള്ളത് കൊണ്ട് ഭർത്താവിന് പട്ടി വിലയും കൊടുത്ത് ഇട്ടിട്ടുള്ളതായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അതല്ല, അങ്ങനെ അല്ല അതിന്റെ കാര്യം, ഇങ്ങനെയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത്. എന്തായാലും കുറെ അധികം നാൾ നീണ്ടുപോകാതെ തന്നെ ഗഫൂറിന്റെ തനി സ്വഭാവം നാട്ടുകാരറിഞ്ഞല്ലോ, മതി. ഇനി ഗഫൂറിന് പറയാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ? ഭാര്യ മോശക്കാരിയാണെന്നോ, അല്ലെങ്കിൽ ഭാര്യ എത്രയും ചീപ്പായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറിയതെന്ന്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ തെളിവ് സഹിതം വെച്ച് സംസാരിക്കണം. അല്ലാണ്ട് നിന്റെ മറ്റേ ഊഞ്ഞാലും തൂക്കിക്കൊണ്ട് വന്നിരുന്ന് ആട്ടാട്ടിയിട്ട് എന്നാ 2500 ഞാൻ 3500 ഇട്ടുകൊണ്ടിരുന്നുണ്ട് 2500 എടുത്തോണ്ട് പോന്നോന്ന് നിന്ന് കുണച്ചിട്ട് എനിക്ക് പുറത്ത് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഗഫൂർ അണ്ണ വല്ലതും തെളിവ് സഹിതം ഉണ്ടെങ്കിൽ വന്ന് കാണിക്കും കേട്ടാ. നിന്റെ ഈ ഒരു ഒറ്റ വീഡിയോ കണ്ടതും എനിക്ക് മൊത്തം തികഞ്ഞു. നീ ഇത്രയും വലിയ കലാകാരനായിരുന്നു, നാട്ടുകാരുടെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞിരുന്ന് അയ്യോ ഫേക്ക് ഇമേജും വെച്ചും കൊണ്ട് അയ്യോ പോവട്ട എന്ന് പറഞ്ഞ് വാ പോലും തുറക്കാൻ പറ്റാതെ അണ്ണാക്കി പിരിവെട്ടിയിരിക്കുന്നവനെ പോലെ, നേരിച്ച് സംസാരിക്കാൻ പോലും അറിഞ്ഞുകൂടാത്തവനെ പോലെ, പൊട്ടനെ പോലെ നീ ഇരുന്നത് നീ ഫേക്കാണെന്നും നിന്റെ തനിക്കുണം ഇതാണെന്നും ഇപ്പൊ മനസ്സിലായി. ആ വീട്ടിൽ CCTV ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ കിട്ടിയത്, ഇവന്റെ തനിക്കൊണങ്ങൾ മനസ്സിലായത്. കൊള്ളാം. എന്തായാലും സിലുവിന്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ, സിലു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇവൻ മാത്രമാണ് ഫ്രോഡെങ്കിൽ, സിലു ഈ ടോക്സിക് നിറഞ്ഞ ഒരുത്തൻ്റെ കൂടെയാണ് ഇത്രയും കാലം ജീവിച്ചതെങ്കിൽ അത് മാറി ചിന്തിച്ചതിൽ ഒരു തെറ്റുമില്ല. ഇനിയെങ്കിലും മുന്നോട്ട് അടിപൊളിയായിട്ട് ജീവിക്കൂ. ഒരു സിംഗിൾ മദർ ആയതുകൊണ്ട് വലിയ പാടുണ്ടെന്നൊന്നും വിചാരിക്കേണ്ട. അത്യാവശ്യം സാമ്പത്തികമായിട്ടൊക്കെ മുന്നോട്ട് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊക്കെ വെച്ചിട്ട് മക്കൾ കുറച്ചുകൂടിയൊക്കെ ഒന്ന് സെറ്റപ്പ് ആകുമ്പോൾ ഈ കഷ്ടതകളൊക്കെ മാറി അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റും. ഇത്രയും ടോക്സിക് നിറഞ്ഞ ഒരുത്തനാണ്, അല്ലെങ്കിൽ ഇവൻ പരമനാറിയാണെങ്കിൽ ഇവനെ പോലുള്ള ഒരുത്തനെ അടുപ്പിക്കാതിരിക്കുക. ഇവനെ പോലുള്ള ഒരുത്തനെ എക്സ്പോസ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. അത് സ്വന്തം ഭർത്താവായിക്കോട്ടെ ആരായിക്കോട്ടെ. ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവനെയൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഒരു സ്ത്രീകളെ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല, ഒരിക്കലും ഞാൻ കുറ്റം പറയത്തില്ല. ഇത്രയും ടോക്സിക് നിറഞ്ഞിട്ടുള്ള വൃത്തികെട്ടവന്മാരുള്ള ഇവന്മാരെ പോലുള്ള നാറികളാണെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യമാരെ ഉപദ്രവിക്കുന്നവരാണെങ്കിൽ, വീട്ടിലുള്ള സാധനങ്ങൾ കുട്ടികൾ പോലും നിൽക്കുന്നത് പോലും നോക്കാണ്ട് കുട്ടികളുടെ മേലുള്ള ഒരു കൺസേൺ പോലും ഇല്ലാതെ ഇതുപോലെ ചവിട്ടി പൊട്ടിക്കുന്നവനാണ് നിങ്ങളുടെ ഭർത്താവെങ്കിൽ നിങ്ങൾ ഇട്ടിട്ട് പോകുന്നതിൽ ഒരു തെറ്റും ഞാൻ പറയുന്നില്ല, ഒരു തെറ്റും ഞാൻ പറയുന്നില്ല. എന്തിനാണ് ഇവന്റെയൊക്കെ അടിമയായിട്ട് കഷ്ടപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം? അതിന്റെ ആവശ്യമില്ല, അതിന്റെ ഒരു ആവശ്യവുമില്ല. സിലു എടുത്ത തീരുമാനം ശരിയാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒന്നുകിൽ സിലു ഇതൊന്നും പറയാതിരിക്കുക, പറയാതിരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. പറയുന്നുണ്ടെങ്കിൽ അത് നേരെ ചുവ പറയുക. അല്ലാത്ത പക്ഷം ജനങ്ങൾ രണ്ട് സൈഡായി പോവും, ഇതുപോലെ നിങ്ങളെ തെറ്റിദ്ധരിക്കും. ഇതിപ്പം എല്ലാ കേസിലും ഇങ്ങനെയാണെന്നല്ല, മിക്ക കേസിലും തെളിവുകൾ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഈ ഒരു കേസിൽ, സിലുവിന്റെ കേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിലു പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ ഒന്നടങ്കം നീ കുറ്റം പറഞ്ഞു, അത് കാണുമ്പോൾ തന്നെ സിലുവിനോട് ഒരു പ്രത്യേക ദേഷ്യം വരും, ഭയങ്കരമായിട്ട് നല്ല ദേഷ്യം വരും. ഉള്ള കാര്യം പറയാമല്ലോ, ഞാൻ ആ ഒരു ദേഷ്യത്തിന്റെ പുറത്താണ് സിലുവിനെ വലിച്ചീരി ഒട്ടിച്ച്. ആദ്യത്തെ വീഡിയോ വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചത്. പക്ഷെ രണ്ടാമത്തെ വീഡിയോയിൽ വന്നിട്ടും സിലു പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നെ നല്ലപോലെ കലി പൊട്ടി തന്നെയാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും വീഡിയോയിൽ ഞാൻ വളരെയധികം ദേഷ്യത്തോടെ സംസാരിച്ചത്. കാരണം എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. കാരണം നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരും ഒന്നടങ്കം കുറ്റം പറയുമ്പോൾ അത് കേട്ടോണ്ടിരിന്നിട്ട് ഇളിച്ചോണ്ടിരിക്കാൻ നമ്മളെ കിട്ടത്തില്ല. നമ്മൾ അതിന് മാത്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ കുടുംബ പ്രശ്നം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടു, നമ്മൾ എടുത്തു വെച്ച് സംസാരിച്ചു. അങ്ങനെ ഗഫൂർക്കാടെ സൈഡ് കേൾക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങേരെ സൈഡ് ഓഞ്ഞ സൈഡായിരുന്നു. കുട്ടയും കൊണ്ട് വന്ന് ഇതായിപ്പോൾ കയറി പോയിരിക്കണം. ഞാൻ ആ കുട്ട വാങ്ങാൻ വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ്, നന്നായി കോണ്ടാക്ട് ചെയ്യാത്തത്. ഇവനെ പോലുള്ളവന്മാരെ ഒരു 5 പൈസ ചാവാൻ കിടന്ന വെള്ളം പോലും വാങ്ങിച്ച് കുടിക്കില്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എന്തായാലും ഇവിടെ ഈ പറയുന്ന സിലുവിന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് തന്നെ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ഏതാണ്ടൊക്കെ തോന്നുന്നുണ്ട്. ഇനി ഗഫൂറൊക്കെ ഇതിനെ ന്യായീകരിച്ച് ഇതെങ്ങനെയാണ്, അല്ലെങ്കിൽ അവള് മോശക്കാരി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രതികരിച്ചതെന്ന് പറഞ്ഞ് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അണ്ണൻ മുന്നോട്ട് വാ കേട്ടോ, എങ്കിൽ നമുക്ക് നോക്കാം. അല്ലാത്ത പക്ഷം സിലുവിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു ഹോപ്പും എനിക്ക് കാണുന്നില്ല. സിലുവിനെ തന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യും എന്നാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു നിലപാട്. ഇനി സിലുവിന്റെ ഭാഗം, സിലു കൂടുതലായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ മാന്യമായിട്ട് സംസാരിക്കണം. ഒരു ബാക്കിയുള്ളവരെ ഒരു ചൊറിഞ്ഞ് കുത്തിയിട്ടുള്ള സംസാരിക്കാതിരിക്കുക. അത് സംസാരിച്ചാലാണ് ജനങ്ങൾ മോശമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. സിലു കുറച്ചുകൂടിയൊക്കെ ബോൾഡ് ആവുക, സ്ട്രോങ് ആയിട്ട് അടിപൊളിയായിട്ട് ജീവിക്കാൻ നോക്കാം. ഇതുപോലെ ഉള്ള ഒരു നാറിയാണ് നീ ഒഴിവാക്കിയതെങ്കിൽ അതിലൊരു തെറ്റും കാണുന്നില്ല. ഇവനെയൊക്കെ പോലെയുള്ളവന്മാരെ പിടിച്ച് ജയിലിൽ ഇടുക തന്നെയാണ് വേണ്ടത്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.